Hey beautiful people, welcome back to my YouTube channel. അപ്പോൾ ഇനി നമ്മളൊരു ഫാമിലി ഡിന്നർ ഔട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മളിന്ന് പോകുന്നത് ഞാനും ഇച്ചും കൂടെ കുറേ തവണ പോയി നല്ല എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. യെസ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. Let's see how it goes. അപ്പോൾ നമ്മൾ സ്ഥലം എത്താറായി. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറേസ് റോഡിലാണ് കേട്ടോ. കുറച്ചും കൂടെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് സെക്ഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. അവിടെ പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം, എൻ്റെ സ്കൂളായിരുന്നു. അപ്പോൾ നമ്മളവിടെ പാർക്കിങ്ങിലെത്തി. ഇതൊരു കംപ്ലീറ്റ്ലി ഫുഡ് കോർട്ട് പ്ലസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ, രണ്ടും കൂടെ മിക്സാണ്. നല്ല തിരക്കുള്ള സമയത്തായിരുന്നു കേട്ടോ നമ്മൾ വന്നത്. അങ്ങനെ നല്ല രീതിയിൽ പാടുപെട്ടു. നമ്മളൊരു നമുക്കൊരു സീറ്റ് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് പപ്പായും മമ്മിയൊക്കെ നമ്മളവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നു. ഇതിൻ്റെ ഒരു ശരിക്കും രീതി എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മൾ പറയുന്ന പോലെയാണ് നമ്മൾക്ക് സാധനങ്ങൾ അവർ എടുത്ത് തരും. നമുക്ക് ഫുഡൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കഴിക്കാനിപ്പോൾ പോകുന്നത് ചൈനീസ് കോംബോയാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിൻലി ഇൻക്ലൂഡായിട്ട് തരുന്നത് ഷ്രിമ്പ് ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, റൈസ് നൂഡിൽസ്, സൂപ്പ്, ഇതെല്ലാം ഉണ്ടാവും. അപ്പം അത് നമ്മളൊരു രണ്ട് പ്ലേറ്റ് പറഞ്ഞു. അതപ്പോൾ അവർ നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റാക്കി തരും കേട്ടോ. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആയിരുന്നു ഞങ്ങൾ പോയതെന്ന്. ഫ്രൈഡേ ഇങ്ങനെ റിയാദിൽ എവിടെയും പോകുന്നത് നമുക്കത്ര ഇതായിട്ടുള്ള കാര്യമല്ല, ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ നമുക്ക് വേണ്ടി സ്പൂണും ഫോർക്കും ഒക്കെ ഇവർ വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ എടുത്ത് നമ്മുടെ സീറ്റിൽ പോയിരുന്ന് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ. സംഭവം അടിപൊളിയാണ്. വേറെ ഒരു പ്രത്യേകതരം കാര്യങ്ങളും ഒരു വൈബൊക്കെയാണ്. നമ്മൾ തായ്ലൻഡ്, കൊറിയയിലൊക്കെ ചെല്ലുന്നൊരു ഫീലാണ്. നമ്മൾ ആദ്യം കിട്ടിയൊരു സീറ്റിൽ നിന്ന് നമ്മൾ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ വേറെ നമുക്കൊരു സ്പേസ് സെറ്റായി കിട്ടിയപ്പം നമ്മൾ പതിക്കെ അങ്ങോട്ടേക്ക് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയെല്ലാം നമ്മളൊക്കെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. നമുക്ക് വെറൈറ്റിക്കായിട്ട് വേറെ ഒരു ഐറ്റം കൂടെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നമ്മൾ ഫസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഇതിനാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നൂഡിൽസും പിന്നെ ഇവിടെ കൊറിയൻ ടൈപ്പായിട്ടുള്ള രീതിയിലുള്ള മീറ്റൊക്കെ നമ്മൾ എടുത്തിട്ട് ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇവരുടെ കുക്ക് ചെയ്ത് നമുക്ക് തരും. ഇതാണ് സംഭവം. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഫുഡിനെ പറ്റി ഞങ്ങൾക്ക് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണിത് ട്രൈ ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരണം. കാരണം ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഒരു വെറൈറ്റി വൈബാൻ കാര്യങ്ങളാണ്. ഇതൊരു ഒത്തൻറ്റിക്, നമ്മൾ കൊറിയ, തായ്ലൻഡൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആ ഒരു ഫീൽ നമുക്കിവിടെ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സൗത്ത് കൊറിയ, ജപ്പാൻ, ഏഷ്യ, ഇവിടുത്തെ ഫുഡും നൂഡിൽസും എല്ലാം നമുക്കിവിടെ ആണ്. നമുക്ക് എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ കോള, പെപ്സിയൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. കണ്ടില്ല, ഇവിടെ റാമനൊക്കെ അവൈലബിൾ ആണ്. അപ്പോഴേക്കും നമ്മുടെ ബൗൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. പപ്പ അപ്പോഴത്തേക്കിനും അതെല്ലാം സെറ്റാക്കി എടുത്തു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതിൽ എൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ, ആദ്യം ഞങ്ങളെടുത്ത ചൈനീസ് കോംബോ ആയിരുന്നു. അതിനകത്തിലത്തെ ടേസ്റ്റ് അടിപൊളിയുണ്ടോ. സ്പെഷ്യലി അതിലൊരു ബീഫ് ഉണ്ടാവും. അതിന് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഓൾറെഡി റീലൊക്കെ ഇട്ടതാണ്. അടിപൊളിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. പിന്നെ നമ്മൾ നേരെ പോയി ബോബ ടീ കുടിക്കാനായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ടീ, കോഫി, ജ്യൂസ് എല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ എൻജോയ് ചെയ്യുക. അപ്പോൾ ബൈ, അത്രയേ ഉള്ളൂ.